നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരെയും ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നംഗേ പേർ എന്ന പാഠഭാഗത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് എടുത്തത്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗങ്ങളൊന്ന് വേഗത്തിൽ പറഞ്ഞു തരാം. ജാഡാ ഗയ അവർ ഗർമി ആയി എന്ന് തുടങ്ങുന്ന ഭാഗമായിരുന്നു എടുത്തിരുന്നത്. ചൂട് വന്നു, തണുപ്പ് പോയി. വെയിൽ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു, റോഡും നല്ല ചൂടുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ വന്നപ്പോൾ പോസ്റ്റ്മാൻ്റെ കയ്യിൽ കുടയോ അല്ലെങ്കിൽ സൈക്കിളോ ചെരുപ്പോ ഇല്ലായിരുന്നു. അങ്ങനെ ബേബി അമ്മയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് പോസ്റ്റ്മാൻ കാലിൽ ചെരുപ്പിടാതെ നടക്കുന്നത്. അങ്ങനെ അമ്മ അതിനുള്ള മറുപടി കൊടുക്കുന്നു. അദ്ദേഹത്തിന് കിട്ടാഞ്ഞിട്ടാവും, അദ്ദേഹം അല്ലെങ്കിൽ ആരെങ്കിലും ചെരുപ്പില്ലാതെ നടക്കുമോ എന്ന് ചോദിച്ചു. അതിൽ ബേബി അദ്ദേഹത്തിന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൽ ചെരുപ്പുണ്ടാക്കി കൊടുക്കുക എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അവൾ സാധാരണ വീട്ടിൽ വരുന്ന ചെരുപ്പ് കുത്തിയോട് ഒരു ചെരുപ്പുണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെരുപ്പ് കുത്തി അതിൻ്റെ അളവ് ചോദിക്കുന്നു. അങ്ങനെ അവൾ എനിക്കല്ല, അളവ് നാളെ തരാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ സമയം പോസ്റ്റ്മാൻ വരുന്ന സമയത്ത് മണ്ണിൽ നിന്നും പോസ്റ്റ്മാൻ്റെ കാലിൻ്റെ അടയാളം അളന്നിട്ട് അദ്ദേഹത്തിന് ഒരു ചെരുപ്പുണ്ടാക്കി കൊടുക്കുകയാണ്. അവസാന പാരഗ്രാഫ്, കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത അവസാന പാരഗ്രാഫ് ഇന്ന് നമുക്കൊന്ന് പറയാം. ദൂസരേ ദിൻ പോസ്റ്റ്മാൻ ആയ എന്ന് തുടങ്ങുന്ന പാരഗ്രാഫാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് എടുത്തത്. दूसरे दिन पोस्टमैन आया और थोड़ी देर तक एक एक टाक देकर चला गया. അടുത്ത ദിവസം പോസ്റ്റ്മാൻ വന്ന് ഓരോരോ കത്തുകൾ നൽകിപ്പോയി. ടാക്ക് കുർസി പർ രക്കർ ബേബി അഹാത്തേക്ക് കിനാരെ ആയി. കത്ത് നൽകിക്കൊണ്ട് കത്ത് കസേരയിൽ വെച്ചുകൊണ്ട് അവൾ എന്തായി, മുറ്റത്ത് വന്നു. സീറ്റിയോം സെ നീച്ചെ ഉത്താര. സീറ്റി എന്ന് പറഞ്ഞാൽ കോണി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ച്. സ്റ്റെപ്പായിരിക്കും. സ്റ്റെപ്പിലൂടെ താഴേക്ക് ഇറങ്ങി വന്നു. ഫിർ ഫ്രോക്ക് ജേബ് സെ പർക്കാർ നിക്കാൽക്കർ जाने वाले पोस्टमैन के नंगे पैर के निशान का नाप घोच किया. തൻ്റെ ഫ്രോക്കിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന സ്കെയിലെടുത്ത് അളവുകോലെടുത്ത് പോസ്റ്റ്മാൻ്റെ കാലുകളുടെ അടയാളം അവൾ അളന്നു. പൈരോങ്കി ഘോളായി ആദ്യ ടീക്ക് ടീക്ക് മാപ്പ്. കാലിൻ്റെ ബാക്ക് സൈഡിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഭാഗവും അതുപോലെ അതിൻ്റെ നീളവും കൃത്യമായിട്ട് അളന്നു. മാപ്പ് ലേക്കർ വ കുർസി കമരമേം ആകെയും. അളവുമായി അവൾ കസേരയിൽ വന്ന് ഇരുന്നു എന്നാണ് ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കാം. ഹരീബ മോച്ചിക്കോ കാമില. ചെരുപ്പ് കുത്തി ഹരീബക്ക് ജോലി കിട്ടി. उसने हिसाब से जूते तैयार किए और बेबी को लाकर दे दिए. അദ്ദേഹത്തിന് നൽകിയ അളവ് അനുസരിച്ചുള്ള ഒരു ചെരുപ്പ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ദേനാറിന് നൽകുക, ദേദിയ നൽകി. തബ് ഹോളി കാ ത്യോഹാർ മനായ ജാ ചുക്കാ താ. അപ്പോൾ ഹോളി ഉത്സവം, ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഉത്സവമാണ്, കൊണ്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദോപ്പർ കോ പോസ്റ്റ്മാൻ കബ് ആയേഗ. ഉച്ച സമയത്ത് പോസ്റ്റ്മാൻ എപ്പോൾ വരും. ഇസ്കി പ്രതീക്ഷ കർത്തി ഹുയി ബേബി ബൈറ്റ് ഗയി. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ബേബി ഇരുന്നു. ദോപ്പർ കോ പോസ്റ്റ്മാൻ ആയ. ഉച്ച സമയത്ത് പോസ്റ്റ്മാൻ വന്നു. അവർ ബേബിക്ക് ആനയ്ക്ക് റാഹ് ദേഖ്നെ ലഗി. ബേബി വരുന്ന വഴി നോക്കി അദ്ദേഹം നിന്നു. ധീരെ ധീരെ ബേബി ആയി. മെല്ലെ മെല്ലെ പതുക്കെ ബേബി വന്നു. അവർ പുരാനെ അഖ്ബാർ മേൽ
ലപ്പട്ട एक बंडल लेकर अहाते में गड़ी हो गई. ഒരു പുരാന പഴയ അഖ്ബാർ ന്യൂസ് പേപ്പർ ലിപ്പട്ടിനാറിനെ പൊതിയുക, അതായത് പഴയ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു ബണ്ടിൽ, ഒരു പൊതിയുമായി അവളെന്തായി ഉമ്മരത്ത് വന്നു, വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഗഡി ഹോഗി. ഒന്നും കൂടി പറയാം. അരീബ മോച്ചിക്ക് ജോലി കിട്ടി. അദ്ദേഹത്തിന് തന്നിട്ടുള്ള കണക്കനുസരിച്ചുള്ള ഒരു ചെരുപ്പുണ്ടാക്കി ബേബിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഹോളി ഉത്സവം കൊണ്ടാടുന്ന സമയമായിരുന്നു. ഉച്ച സമയത്ത് പോസ്റ്റ്മാൻ എപ്പോഴാണ് വരിക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബേബി ഇരുന്നു. ഉച്ച സമയത്ത് പോസ്റ്റ്മാൻ വന്നു. ബേബി വരുന്നതും, നമുക്കറിയാം ബേബിക്ക് ഒരു കാലില്ല, വളരെ പതുക്കെ വരാൻ കഴിയുള്ളൂ. ബേബി വരുന്ന വഴിയും നോക്കി അദ്ദേഹം നോക്കിക്കൊണ്ടേയിരുന്നു. മെല്ലെ മെല്ലെ ബേബി വന്നു. പഴയ പത്രത്തെ താളുകളിൽ പൊതിഞ്ഞ ഒരു പൊതിയുമായി ബേബി എന്തായി വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. हमेशा की तरह वो मुस्कुराया और पत्रों का गड्ढा उसने बेबी के हाथ में दे दिया. എന്നത്തെ പോലെ ബേബി എന്തായി പുഞ്ചിരിച്ചു. കത്തുകളുടെ ഒരു കെട്ട് എടുത്ത് ബേബിയുടെ കയ്യിൽ നൽകി. ബേബീനെ ടോക്ക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു, ഇടയ്ക്ക് കയറി ചോദിക്കുക. ബേബി ചോദിച്ചു, ആജി തുമ്നെ ഹോളി കാ ഉപഹാർ നഹീ മാംഗ. ആ സാർ, നിങ്ങൾ ഹോളിയുടെ സമ്മാനമൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. ഉപഹാർ എന്ന് പറഞ്ഞ ഗിഫ്റ്റ്. പോസ്റ്റ്മാനെ പോസ്റ്റ്മാൻ പറഞ്ഞു. മഹങ്കുങ്ക ബഹിൻ, ആവശ്യപ്പെടാം സഹോദരി. സാബ് സെ ബേണ്ട് നഹി ഹോ രഹി ഹെ. ഇവിടുത്തെ സാറെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. ബേണ്ടിനാണ് കൂടിക്കാഴ്ച, അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. ये सुनते बेबी ने पोस्टमैन के हाथ में जूते का बंडल दमा दिया. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബേബി പോസ്റ്റ്മാൻ്റെ കയ്യിലേക്ക് ആ ചെരുപ്പിൻ്റെ പൊതി വെച്ചു കൊടുത്തു. അജരജ് സെ സഗ് പകാക്കർ ഉസ്നെ ബണ്ടൽ ഖോല. ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ പോസ്റ്റ്മാൻ എന്തായി ആ പൊതി തുറന്ന് നോക്കി, ബണ്ടിൽ തുറന്ന് നോക്കി, ഗോല തുറന്നു. ഭീത്തറേക്ക് ജോഡി സുന്ദർ ജൂത്തേത്. അകത്ത് ഒരു ജോഡി സുന്ദരമായ ചെരുപ്പായിരുന്നു. പോസ്റ്റ്മാൻ മൻഹി മൻ കഹ ഉടാഹെ. പോസ്റ്റ്മാൻ മനസ്സിലിങ്ങനെ പറഞ്ഞു, ഇസ് ബച്ചീനെ തോ മുझे നംഗേ പയർക്കോ ജൂത്തെ ദിയേ. ഈ കുട്ടി എൻ്റെ നഗ്നമായ കാലുകൾക്ക് ചെരുപ്പ് തന്നു. ഉസ്കെ പയർ നഹി ഹൈ. അവർക്കാണെങ്കിൽ എന്തില്ല, കാലുമില്ല. ഓ മേ കൈസേ ദേ സകും. അതെനിക്ക് എങ്ങനെ നൽകാൻ കഴിയും എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ അയാൾ ചിന്തിക്കുകയാണ്. മനസ്സിൽ തോന്നുകയാണ്, മനസ്സിൽ പറയണ. ബേബി കേൾക്കുന്നില്ല. കാം ഖത്തം കർക്കെ വഹ് സീതാ പോസ്റ്റ്മാൻ ഓഫീസ് ഗയ. ജോലിയൊക്കെ കഴിച്ച് ആ പോസ്റ്റ്മാൻ ഓഫീസിലേക്ക് നേരെ പോയി. ബഡേ ബാബുക്ക് ടേബിൾ കെ സാമനെ ജാക്കർ ബോല. വലിയ ഓഫീസറുടെ, അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസറായ ഓഫീസറുടെ ടേബിളിൻ്റെ മുന്നിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, സാഹബ് മേരി ലൈൻ ബദൽ ദീജിയെ. സാർ, എൻ്റെ ലൈനൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തുമായി പോകുന്ന ഭാഗം എനിക്കൊന്ന് മാറ്റിത്തരണം. സിറ്റി മേ കഹിംബി ബദലി കർ ദിയേ. സിറ്റിയിൽ എങ്ങോട്ട് മാറ്റിയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. സാബ് മേരി ലൈൻ ബദൽ ദീജിയെ, സിറ്റി മേ കഹിംബി ബദലി ദീജിയെ, ഐസ ക്യോം കഹാ ഹോഗ. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും പറയുക? സാർ, എൻ്റെ റൂട്ട് മാറ്റിത്തരണം. സിറ്റിയിൽ എവിടെയാണെങ്കിലും സ്ഥലം മാറ്റം തന്നാലും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്?
എന്തുകൊണ്ടായിരിക്കും? ബേബീനെ പോസ്റ്റ്മാൻ കെ നംഗെ പേർക്കോ ജൂത്തെ ദിയെ, അതല്ലേ സംഭവിച്ചത്? ബേബി പോസ്റ്റ്മാൻ്റെ നഗ്നമായ കാലുകൾക്ക് ചെരുപ്പ് നൽകി. ഇസ്കെ ബദലെ പോസ്റ്റ്മാൻ ഉസെ ക്യാ ദേ സക്താ ഹെ, ഇതിന് പകരമായി പോസ്റ്റ്മാൻ എന്താ നൽകാൻ കഴിയുക? ക്യോങ്കി ബേബിക്ക് പയർ നെഹി ഹൈൻ, ബേബിക്ക് കാലുകളില്ലായിരുന്നു. വ പോസ്റ്റ്മാൻ കൈസെ ദേ സകേഗെ, അത് പോസ്റ്റ്മാൻ എങ്ങനെ നൽകാൻ കഴിയുക? അല്ലേ? ആ കാലാണ്, അത് എങ്ങനെ അയാൾക്ക് കൊടുക്കാനാകും? വഹ് പോസ്റ്റ്മാൻ കൈസെ ദേ സകേഗെ ഇസിലിയെ വഹ് ഐസെ കഹാ ഹോഗ, അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. ഇത്രയും ഭാഗമാണ് പാഠഭാഗത്തുള്ള. ഇനി പാഠഭാഗത്തിൻ്റെ ശേഷം ഉള്ള വർക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. पोस्टमैन को आवाज़ उसके कानों में आई, पर फर्श पर टाक गिरने की आवाज़ सुना ही नहीं दी. നേരത്തെ പറഞ്ഞൊരു ഭാഗമാണ്. ബേബി പീछे मुड़ी संभाल कर पलंग से उतरी, फिर बैसाखियों के सहारे एक एक कदम चलकर दरवाजे तक आई. പോസ്റ്റ്മാൻ്റെ ശബ്ദം കേട്ട് കാതുകളിൽ പക്ഷേ കത്ത് വീഴുന്ന സൗണ്ട് കേട്ടില്ല. ബേബി ബാക്കിലോട്ട് തിരിഞ്ഞുകൊണ്ട് നീങ്ങി കട്ടിലിൽ നിന്നും ഇറങ്ങി. പിന്നെ ഊന്നുവടിയുടെ സഹായത്തോടെ ഓരോരോ സ്റ്റെപ്പ് വെച്ച് കണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് വന്നു. ഇവിടെ ഓരോ കാര്യങ്ങളും ബേബി വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരിക്കുന്നു. അതിനനുസരിച്ച പ്രവർത്തനവും ചെയ്തിരിക്കുന്നു. ഇനി അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ബേബിനെ ഹർ ബാത്ത് കാ സൂക്ഷ്മ നിരീക്ഷൺ കർത്തി ഹെ, ഉസ്കെ മുതാബിക് വ്യവഹാർ ബി കർത്തി ഹെ, അല്ലേ? അതിനനുസരിച്ച പ്രവർത്തനവും അവർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയണേ. പോസ്റ്റ്മാൻ കി ആവാസ് ഉസ്കെ കാനോ മേ ആയി, പർ ടാക്ക് ഗിർനെ കി ആവാസ് നെഹി സുനായി ദി. അപ്പോഴാണ് ബേബി ഊന്നുവടിയുടെ സഹായത്തോടെ വാതിലിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഇവിടെ 1, 2, 3, 4, 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ എന്താണ് അപ്പോൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. റസോയിമേം ഖാനയ്ക്ക് മഹക്ക് ആരഹി, കിച്ചണിൽ ഭക്ഷണത്തിൻ്റെ സ്മെല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ദൗഡ്കർ റസോയിമേം പൗഞ്ച്, അല്ലെ? ഓടി അടുക്കളയിൽ എത്തും, അല്ലേ? അടുത്തത് ദസ്തക് ദേനേക്ക് ആവാസ് ആരയ്യ, വാതിലിങ്ങനെ മുട്ടുന്ന സൗണ്ട് കേൾക്കും, അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ദർവാസത്തേക്ക് ജാക്കർ ദേക്ക, വാതിലിൻ്റെ അടുക്കൽ ചെന്ന് നോക്കും, അല്ലേ? ആരാണ് വന്നത് എന്ന്. ഇനി മൂന്നാമത്, സ്കൂൾമേം ഗണ്ടി ലംബി ബജരയ്യ, സ്കൂളിലിങ്ങനെ ബെല്ല് നീട്ടി അടിക്കുകയാണ്. അതിലെന്താ സംഭവിക്കുക? स्कूल में घंटी लंबी बज रही है, क्लास में अपने जगह बैठा, അല്ലേ? ക്ലാസ്സിൽ തൻ്റെ സീറ്റിൽ ഇരിക്കും. ഇനി വൈകുന്നേരത്തെ ബെല്ലാണെങ്കിലോ സ്കൂൾ വിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയും ചെയ്യും, കേട്ടോ. ബാദലോക്ക് ഗർജനയ്ക്ക് ആവാസ് അറിയുക, കാർമേഘങ്ങൾ ഇങ്ങനെ ഗർജിക്കുന്ന സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടി മുഴക്കം ഇങ്ങനെ കേൾക്കുകയാണ്. അതിലോ നമ്മൾ പുറത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ വേഗം എന്ത് ചെയ്യും? വീട്ടിലേക്ക് നടക്കും, വീട്ടിലേക്ക് ഓടും, അല്ലെങ്കിൽ, അല്ലേ? കോയി ദോസ്ത് പുക്കാർ ആ രഹ, ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മളങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? വിളി കേട്ട് നമ്മളെന്ത് ചെയ്യും? വീടിന് വെളിയിലേക്ക് വന്ന് നോക്കാറാണ്. പുക്കാർ സുൻകർ ഗർസ്കെ ബാഹർക്കി ഓർ ചല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ബോക്സ് കുട്ടികൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അടുത്ത ചോദ്യം ഡയറിയിലേക്ക് എന്നാണ്. बेबी ने मन ही मन निश्चय किया कि वह उस पोस्टमैन को नंगे पैर चलने नहीं देंगी. ये तय करते ही उसे സുഖദ അനുഭൂതി हुई. ബേബി മനസ്സിലിങ്ങനെ തീരുമാനിച്ചു പോസ്റ്റ്മാനെ നഗ്നനായി നടത്തില്ല എന്നും
ഇത് തീരുമാനിച്ച ബാബുക്കൊരു വളരെ അധികം സന്തോഷകരമായ ഒരു അനുഭൂതി ഉണ്ടായി. सोचा उस दिन बेबी के मन में कौन कौन से विचार ആയേ ഹോങ്കെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ദിവസം ബേബിയുടെ മനസ്സിൽ എന്തൊക്കെ വിചാരങ്ങളാണ് വന്നിട്ടുണ്ടാകുക? ബേബി കെ വിചാരോങ്കോ ഡയറി കെ രൂപമേ ലിഖേ. ബേബിയുടെ ചിന്തകളൊക്കെ ഡയറി രൂപത്തിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ബേബിയുടെ ഒരു മനോഹരമായ ഡയറി എഴുതുക. പല കുട്ടികളും നോട്ട്സ് എഴുതുന്നതൊന്നും വാട്സപ്പിലൂടെ കാണിക്കുന്നില്ല. കൃത്യമായിട്ട് നോട്ട്സ് എഴുതി അത് ഫോട്ടോ എടുത്ത് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് അയക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചായി അറിയിക്കുന്നു. നമസ്കാരം.